ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എന്നോട് ചോദിക്കും, സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും എന്താ ഇടാത്തു? സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എടുക്കണ മടിയോണ്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ ചുരിദാർ തയ്ക്കാൻ നിന്നപ്പോൾ കരുതി ഒരു വീഡിയോ കൂടെ എടുക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പിള്ളേരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ കൂടെ കാണുക. ഒരു ബിഗിനേഴ്സിങ്ങിനൊക്കെ എങ്ങനെ ചുരിദാർ തുണി വെട്ടാം, സ്റ്റിച്ച് ചെയ്യാനോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും പറ്റാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്ക്കുന്നത് നോക്കാം. ആദ്യം ഇതിൽ സ്റ്റിച്ചിങ് മാത്രമേ കട്ടിങ് മാത്രമേ ഇടണുള്ളൂ. അപ്പോൾ നമുക്ക് തുണി അത് ലൈനിങ് എടുത്തിട്ട് രണ്ടാക്കി മടക്കണം. ആ രണ്ടാക്കി മടക്കിയ ഉള്ളിലൊന്നും മടക്കില്ലാതെ ശരിക്കും നിവർത്തി 4 ഭാഗവും ശരിയാക്കിയിട്ട് വേണം നമ്മൾ 4 മടക്കി കൊടുക്കാൻ. ആ 4 മടക്കുമ്പോൾ നമ്മൾ തുണി വേസ്റ്റ് ആവാതിരിക്കാൻ നമുക്ക് തന്ന അളവിൻ്റെ അടി ലൂസ് എത്രയെന്ന് നോക്കണം. ചുരിദാറിൻ്റെ ആ ഒരളവ് കൂടെ 2 ഇഞ്ച് കൂടെ കൊടുത്തിട്ട് വേണം നമ്മൾ അടി ലൂസ് ചുരിദാർ മടക്കാൻ. അങ്ങനെ ആ കറക്റ്റിലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി തുണി വേസ്റ്റായി കിട്ടും. വേസ്റ്റ് നല്ല എവിടെയെങ്കിലും ആരെങ്കിലും ചുരിദാറിന് കയ്യിന് വെക്കാനൊക്കെ നമുക്ക് തുണി കിട്ടും. പിന്നെ നമ്മൾ അളന്നെടുക്കേണ്ടത് ചുരിദാറിൻ്റെ ലെങ്ത്താണ്. ആ ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മളൊരു 1.5 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട്, എനിക്കിതിന് 46 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് ഞാൻ എടുത്ത് 47 ഇഞ്ച് അളന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെസ്റ്റും ഷേപ്പും ഹിപ്പ് അളവും എടുക്കണം. ചെസ്റ്റ് എത്രയാണോ നമുക്ക് തന്ന ചുരിദാർ വലിച്ച് പിടിച്ചെടുത്തിട്ട് എനിക്ക് 21 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അത് കൂടെ തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൂട്ടി ഇട്ട് കൊടുക്കണം. പിന്നെ ഷേപ്പ് 14 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തന്ന ചുരിദാറിന് 14 ഇഞ്ച് എവിടെയാണോ അളന്ന് നോക്കിയിട്ട് അവിടെ കറക്റ്റ് പിടിച്ചിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് നമുക്ക് ഷേപ്പ്. അവിടെ എനിക്ക് 18 ഇഞ്ച്, അത് കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 18ൻ്റെ പകുതി ആക്കിയിട്ട് അത് കൂടെ 2 ഇഞ്ച് കൂടെ ചേർത്ത് നമ്മൾ അവിടെ അടയാളപ്പെടുത്താം. പിന്നെ ഹിപ്പ് അളവ് 21 കിട്ടിയത്. അവിടെ നമ്മൾ 1 ഇഞ്ച് കൊടുത്താൽ മതി. കാരണം അവിടെ നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണല്ലോ. അങ്ങനെ എല്ലാ ഭാഗവും നമ്മൾ കറക്റ്റാക്കി അളവെടുത്ത് വരച്ച് നമ്മൾ വെട്ടിക്കൊടുക്കുക. നമുക്ക് വെട്ടിക്കൊടുക്കുമ്പോൾ നമ്മൾ തുണി നീങ്ങണതെല്ലാം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് വെട്ടിക്കൊടുക്കാം. ഇനി ഞാൻ ഫ്രണ്ട് പീസ് എടുത്തിട്ടാണ് ആദ്യം വെട്ടുന്നത്. കാരണം അതൊരു ഒഴുക്കൻ തുണിയായതുകൊണ്ട് തുണി പിടിച്ചിട്ട് നമുക്ക് ആ കറക്റ്റിൽ കിട്ടുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വെട്ടിക്കഴിഞ്ഞാലേ ഒരു ഭാഗം കൂടുതൽ ഒരു ഭാഗം കുറഞ്ഞും വരും. അപ്പം അങ്ങനെ വേണ്ട. ഇങ്ങനെ വെട്ടിയാൽ ആ ഒരു റിസ്ക് നമുക്ക് ഒഴിവാക്കാം. നമ്മൾ വെട്ടി വെച്ച ലൈനിങ് എടുത്തിട്ട് കറക്റ്റ് അതിൻ്റെ മേലെ വെച്ചിട്ട് ആ ഒരളവിൽ നമ്മൾ വെട്ടിയെടുക്കണം. നമുക്ക് ബാക്ക് പീസും കൂടെ അതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം. തുണിയായി ഒരു ഒതുങ്ങി കിട്ടാത്തൊരു തുണി. നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിയ തുണി ഉണ്ടല്ലോ, ആ തുണി വെച്ചിട്ട് അതിലേറെ 1.5 ഇഞ്ച് കൂടി. കാരണം ഇത് ഫ്രണ്ട് പീസിന് നമുക്ക് ലൈനിങ് മടക്കി അടിക്കാനില്ല. സ്കാലപ്പ് വർക്കാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് ഭാഗം മാത്രം മടക്കി അടിച്ചാൽ മതി. അപ്പോൾ അതിനുള്ള തുണി കൂടെ കണ്ട് നമ്മൾ വെട്ടിക്കൊടുക്കുക. നമുക്ക് ലൈനിങ് എടുത്തിട്ട് അതിൻ്റെ കഴുത്തും കൈക്കുഴിയൊക്കെ കുഴിച്ച് വെട്ടാണ്ട് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. കഴുത്ത് ഞാൻ ക്യാൻവാസുമേലാണ്, അപ്പോൾ അതിന്മേനെ അടയാളപ്പെടുത്തുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സ്ലോപ്പാക്കി ഒന്ന് വെട്ടി കൊടുക്കണം.
അവിടെ 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ച് വെട്ടി കൊടുക്കണം, ഫ്രണ്ട് പീസ് മാത്രം. ഇനി നമുക്ക് ആ നോർമൽ തുണിമ വെച്ചിട്ട് അതേ അളവിലൊന്ന് വെട്ടിക്കൊടുക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, തുണി അകത്ത് മടങ്ങിയിരിക്കണുണ്ടൊക്കെ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ നമുക്ക് പണിയാവും. പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്നതാണ് ഈ ചുരിദാറൊക്കെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന, ഒന്ന് ശ്രദ്ധിച്ചാൽ. ഇനി കഴുക്കുഴി അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് നോർമൽ സ്ലീവാണ് തന്ന ചുരിദാറിന്. അപ്പം നമുക്ക് പാകിസ്ഥാനി കൈയാണ് വെക്കാനുള്ളത്. അപ്പം ആ ഒരളവിൽ നമുക്ക് എടുക്കാം. ചുരിദാറിൻ്റെ കൈയിൻ്റെ ഇറക്കം നമുക്ക് 17 ഇഞ്ചാണ്. അപ്പോൾ ഇത് 15 ഇഞ്ചുള്ളൂ. അപ്പോൾ അവിടെ 2 ഇഞ്ച് കൂടെ നമ്മൾ ഏച്ച് കൊടുക്കണം. അടി ലൂസ് ഞാൻ 9 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അവിടെ 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ഇതാക്കുമല്ലോ, അവിടെ നമ്മൾ 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ താഴോട്ട് ഞാൻ അളവെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോർമൽ തുണിമേൽ വെട്ടിയെടുക്കാം. നമ്മളത് തന്നെ വെച്ചിട്ട് 17 ഇഞ്ചാണല്ലോ, നമുക്കിത് 15 2.5 ഇഞ്ച് ഇറക്കിയെടുത്ത് നമ്മൾ അതേ അളവിലങ്ങ് വെട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ലൈനിങ് ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കണം, ഫ്രണ്ട് പീസ്. അതിന് നമ്മളങ്ങ് നിവർത്തിയിട്ടിട്ടങ്ങ് ഫ്രണ്ട് പീസ് എടുത്ത് നിവർത്തിയിട്ടിട്ട് നമ്മളവിടെ ഒരു 1/2 ഇഞ്ച് അങ്ങ് സ്ലോപ്പാക്കി വെട്ടിക്കൊടുക്കണം. അപ്പോൾ എത്രയേ ഉള്ളൂ ചുരിദാറിൻ്റെ ഇതൊക്കെ. ഇനി പാൻറ്റ് സാധാരണ മോഡൽ, സാധാരണ പാൻറ്റ്, നോർമൽ പാൻറ്റാണ്. അപ്പോൾ അടി ലൂസ് വേണമെന്നുള്ളൂ. അപ്പോൾ അവർ അളവ് തന്ന ചുരിദാറിൻ്റെ അതേ അളവ് വെച്ചിട്ട് തന്നെ തയ്ച്ചാൽ മതി. അത്ര ഇറക്കും ഇതൊക്കെ കറക്റ്റാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ അടി ലൂസ് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്, പലാസോ മോഡൽ അതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ.